ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു പാലടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് അളവ് ആട്ടപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെ മെഷർമെൻറ്റ് കപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ ആട്ടപ്പൊടി എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ കറക്റ്റ് അളവിൽ വെള്ളവും കൂടി എടുക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതേ അളവ് കപ്പിൽ തന്നെ ഞാനൊരു 2 കപ്പ് അളവ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളം വേണം കേട്ടോ നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതിന് കറക്റ്റ് ഒരു അളവ് നോക്കണ്ട കേട്ടോ. കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തേങ്ങയുടെ അളവ് കറക്റ്റായിട്ട് നോക്കണം. നമ്മുടെ ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പുതിയ ഈസ്റ്റ് വേണോട്ട് ചേർത്ത് കൊടുക്കാൻ, പഴകിയതാവരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ച് വയ്ക്കണ മാവങ്ങ് പൊങ്ങി വരില്ല. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചോറും കൂടി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം കേട്ടോ ഇതൊന്ന് അടിച്ചെടുക്കാൻ. കാരണം ഇത് നമ്മൾ ആദ്യം ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പൊടി അടിയിലങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊക്കെ ഒന്ന് അടിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ടോട്ടൽ 2.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്നും കൂടി നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പാലപ്പത്തിനുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു വയ്ക്കാം. ഇതേപോലെ നമ്മൾ ഒഴിച്ചു വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇതൊരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മളിത് അപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ഈ മാവൊക്കെ നല്ലതുപോലെ അങ്ങ് പുളിച്ച് പൊങ്ങും. അത് കാരണം കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അളവിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള അളവിൽ ചേർത്ത് കൂടി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മാവ് ഒരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പാലപ്പത്തിൻ്റെ മാവ് ഇവിടെ അടിച്ചു വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ മാവ് അടിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും സ്റ്റൗവിന് അടുത്തായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങി വരും. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പാലപ്പം ഒന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ പാലപ്പം തയ്യാറാക്കി എടുക്കാനുള്ള അപ്പച്ചട്ടിക്ക് നല്ലതുപോലെ ചൂടായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കനം കുറച്ചിട്ടൊന്ന് ഇതേപോലെ ചുറ്റിച്ച് പരത്തിയും കൂടി എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ചട്ടിക്ക് ഒരുപാട് ചൂടുണ്ടാവരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. ഈ മാവ് ചട്ടിയിൽ നിന്നൊക്കെ അങ്ങ് വിട്ട് വന്നിട്ട് അങ്ങ് കട്ടയായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഈ ചട്ടി ഒരുപാട് ചൂടാവാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് തീ ഏറ്റവും കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തീയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നീട് കുറച്ചൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ പാലപ്പം ഇവിടെ തയ്യാറായി കിട്ടിയിരിക്കുന്നത്. നല്ല എയർ ബബിൾസൊക്കെ വന്നിട്ട് നല്ല ഹോളുകളായിട്ടാണ് നമ്മുടെ പാലപ്പം തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ. ഇനി നമുക്ക് വ്യത്യസ്ത രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ നന്ദി, നമസ്കാരം.